എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലോ ബോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഈ ക്ലോ ബോട്ട് അഥവാ ഓപ്പൺ ക്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു യൂസ് കേസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് കുറെ ബോറിംഗ് ആയിട്ടുള്ള സിമ്പിൾ ടാസ്കുകൾ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇമെയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കുറെ ജോബ് വാക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ സ്കില്ല് വെച്ചിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജോബുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് യൂസ് കേസുകൾ ഉണ്ട് നോക്കാം. ബട്ട് നമുക്കിത് ചെയ്യാൻ കുറച്ച് മടിയുള്ള കാര്യമാണ്. കാരണം ഇത് കുറേ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ മാനുവലി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വലിയൊരു നമ്പർ ഓഫ് ഇമെയിൽസ് എല്ലാം നമുക്ക് നോക്കാനൊന്നും പോസിബിൾ അല്ല. ഇങ്ങനത്തെ കേസുകളിലാണ് ക്ലോ ബോട്ടുകൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. എന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും ഇല്ലാതെ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ടാസ്കുകൾ എന്റെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മാത്രം ചെയ്ത് തീർക്കുന്ന ഒരു AI ബോട്ട്, ഒരു ഫുൾ ടൈം ഓൺ ആയിട്ട് കിടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലോ ബോട്ട് അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ വേണമെന്നോ ഒരു നിർബന്ധമില്ല. നമ്മൾ കമ്പ്യൂട്ടറിലെ എല്ലാ ആക്സസും ഈ ക്ലോ ബോട്ട് എടുത്തിട്ടാണ് ഈ ഒരു ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാം, നമ്മളുടെ കമ്പ്യൂട്ടറിലാണല്ലോ ഈ ക്ലോ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ ആക്സസും ഈ AI ബോട്ട് എടുക്കും. കമ്പ്യൂട്ടറിൽ വരുന്ന നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസ് മൊത്തം ഈ AI ബോട്ട് ഉണ്ടാക്കിയ കമ്പനിക്ക് ചോർന്നു പോലെ എന്നുള്ള ഡൗട്ട് നമുക്ക് എല്ലാവർക്കും വരും. അങ്ങനത്തെ പ്രശ്നം ഇവിടെ വരില്ല. ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെവലപ്പർ കോഡ് എടുത്തിട്ട് GitHubൽ റെപ്പോസിറ്ററി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ക്ലോ ബോട്ട് നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതായിരിക്കും നന്നാവാന്നാണ് ഞാൻ പറയാം. കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റാസ്ബെറി പൈയിലോ അല്ലെങ്കിൽ മാക് മിനിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു AI ബോട്ടിനെ നമുക്ക് വേണ്ടി 24/7 വർക്ക് ചെയ്യുന്ന ഒരു AI അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.